ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിനോട് വക്കീൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മ അതല്ല എന്നറിഞ്ഞിട്ടും കുട്ടിയോട് ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തിട്ടും കുട്ടിയുടെ അച്ഛനോട് ഒരു തുള്ളി ദേഷ്യം പോലും തോന്നുന്നില്ലേ എന്നും അത് കേട്ടതും എന്തിന് ഞാൻ ദേഷ്യപ്പെടണം? ഇത്രയും നാളും വളർത്തിയത് എന്നെ പ്രസവിച്ച അമ്മയല്ല, പക്ഷേ ആ അമ്മ എനിക്ക് തന്നിരിക്കുന്ന സ്നേഹം ഒരു വളർത്തമ്മയെ പോലെയല്ല എന്നെ നോക്കിയത്, സ്വന്തം പെറ്റമ്മയെ പോലെയാ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെൻ്റെ അമ്മയല്ല എന്ന് പറഞ്ഞാലൊന്നും അത് ഉൾക്കൊള്ളാനും എനിക്ക് കഴിയില്ല. എത്ര തെളിവുകൾ നിർത്തിയാലും പ്രായപൂർത്തിയായ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് എൻ്റെ അമ്മ ആ അമ്മ തന്നെയാണ്. അല്ലാതെ ഇനി വേറെ ആരവകാശം പറഞ്ഞു വന്നാലും ഞാനത് ഏറ്റെടുക്കാൻ സാധിക്കില്ല, അതിന് ഞാൻ തയ്യാറാവുകയുമില്ല. ഏതൊരുത്തി എന്നെ മോളെന്ന് വിളിച്ച് വന്നാലും എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല യുവർ ഓണർ. പ്രായപൂർത്തിയായ എനിക്ക് ഇത്രയെങ്കിലും ഇത് തീരുമാനിക്കാനുള്ള അവകാശമില്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അച്ഛനോട് ഒരു ദേഷ്യമില്ല. ഒന്നുമില്ലാത്തൊരു സ്ത്രീയല്ല, എല്ലാം ഉള്ളൊരു അമ്മയാണ് എനിക്ക് തന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാനേ ഒന്നുമില്ലാതെ വളരേണ്ടവളാണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളോടും കൂടെ വളരാൻ എനിക്ക് ഒരു അവകാശവും അനുവാദവും ഒക്കെ തന്നത് എൻ്റെ അച്ഛനാണ്. ആ അച്ഛനെ എനിക്ക് വെറുക്കാനോ ഇതാക്കാനോ കഴിയില്ല, തള്ളിക്കളയാനോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛൻ ചെയ്തത് തെറ്റല്ലെന്ന് തന്നെ എനിക്കറിയാം. മാറ്റിവെച്ചത് വേറെ കുഞ്ഞിനെയൊന്നും അല്ലല്ലോ, എൻ്റെ അച്ഛൻ്റെ സ്വന്തം കുഞ്ഞിനെ തന്നെയല്ലേ, ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്വന്തം മോള് തന്നെയല്ലേ. അങ്ങനെയുള്ളപ്പോൾ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഒരു തെറ്റ് നടക്കുമ്പോൾ അതിൽ പരസ്പരം രണ്ടുപേരും അറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ഇങ്ങനെ നിൽക്കുക. അതെല്ലാം കേട്ടത് വക്കീൽ കുട്ടിക്ക് പോവാം. അപ്പോൾ നമ്മുടെ സരയു വക്കീൽ ജഡ്ജിയുടെ മുമ്പിൽ വണങ്ങിയിട്ട് അങ്ങ് പോവുകയാണ്. ഈ സമയം കേട്ടില്ലേ ഇവരാണ്, ഇയാൾ ക്രിമിനൽ മാത്രമല്ല, കൊടും ക്രിമിനലായിട്ടാണ് തൻ്റെ മകളെയും വളർത്തിയത്. ഇയാളുടെ സ്വഭാവം അതേപോലെ പകർത്തി കൊടുത്ത് മകളെയും വളർത്തി. ആ മകളും ഇപ്പോൾ കാണിച്ചു കൊണ്ട് പോയതൊക്കെ അതിൻ്റെ ചോരത്തിളപ്പ. ഇതൊക്കെ കേട്ടതും താരയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക. കണ്ണുനീര് തുടക്കുന്ന താരയെ കണ്ട് നമ്മുടെ കല്യാണിക്ക് നല്ല സങ്കടം വരിക. എന്ത് ചെയ്യാനാ, പറയാൻ ആശ്വസിപ്പിക്കാനോ വാക്കുകളില്ല. സരയുവിൻ്റെ വാക്കുകൾ അത്ര കുറ്റപ്പെടുത്തുന്നതായിരുന്നല്ലോ. ഈ സമയം പിന്നീട് നമ്മുടെ ജഡ്ജ് എന്തൊക്കെ എഴുതി കൂട്ടിയിട്ട് പറയുക, ഇവിടെ നിൽക്കുന്ന പ്രതി കുറ്റവാളിയാണെന്ന് തെളിഞ്ഞതിനാൽ ഇയാളുടെ ചിന്താഗതികളും എല്ലാം ശരിയല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അത് കേട്ടതും രാഹുലും സരയും ഞെട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ ചങ്ക് പൊട്ടി കരയുക സരയും. ഈ സമയമാണെങ്കിൽ കല്യാണിക്കും രൂപയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. CS-ഉം ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുക. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുമ്പോൾ നമ്മുടെ CS-ൻ്റെ വക്കീൽ സരയുവിൻ്റെ വക്കീലിനെ നോക്കി ഒന്ന് ചിരിക്കുക. അപ്പോൾ അയാൾ നാണം കെട്ടിങ്ങനെ തലയും കുഞ്ഞ് ചിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ കോടതി പിരിയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും എല്ലാവരും പിരിയാൻ പോകുമ്പോഴത്തേക്കും എല്ലാവരും വെളിയിലേക്ക് പോയി. വക്കീൽ രാഹുലിനെയും സരയുവിനെ ഒന്ന് നോക്കി, എന്ത് ചെയ്യാനാ, പൈസ മേടിച്ചിട്ടും അവരെ രക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആ കുറ്റബോധത്തോടെയാണ് അയാൾ അവരെ നോക്കിയത്. പക്ഷെ തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം രാഹുലിന് നേരെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അയാൾ അങ്ങ് പോയി. ഈ സമയം നമ്മുടെ സരയു രാഹുലിനെ കെട്ടിപ്പിടിച്ച് അങ്ങ് പൊട്ടിക്കരയുക. അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട്, സാരമില്ല മോളെ, അച്ഛൻ വരും, അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ വരും, മോള് പേടിക്കാതെ, എൻ്റെ മോൾക്ക് തുണയായിട്ട് അച്ഛനുണ്ടാവുമെന്നും പറഞ്ഞ് നമ്മുടെ സരയുവിനെ അനുഗ്രഹിച്ചിട്ട് പോലീസുകാർക്കൊപ്പം അങ്ങ് പോവുക. ഈ സമയം അവരങ്ങ് പോയി കഴിഞ്ഞതും CS-ഉം രൂപയും കിരണും കല്യാണിയും ഒക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുലിനെ കണ്ടതും, ഡാടാ ചെല്ല്, നിനക്കേ ഇനി ജയിലിൽ നിന്നും സെൻട്രൽ ജയിലിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ 2 കൂട്ടുകാരുണ്ടാവും, നിനക്ക് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാം. കഷ്ടമുണ്ടടാ, ഇത്തിരിയെങ്കിലും നന്നായി കൂടറ നിനക്കൊക്കെ. നിനക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും കാര്യങ്ങൾ ഓരോന്നും ചെയ്യാനും പറ്റിയ ആൾക്കാരാ വിക്രമും ഗംഗാപ്രസാദും. അതുകൊണ്ട് നന്നായിട്ട് ആഘോഷിക്കും, 3 പേരും കൂടെ ജയിലിൽ കിടന്ന് ആടിത്തിമിർക്ക് എന്നും CS പറയുക. ഈ സമയം CS-നെ തുറിച്ചു നോക്കുക രാഹുൽ. അപ്പം SI എന്താണ് നോക്കുന്നത്, നടക്കടാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ പിടിച്ചൊരൊറ്റ തള്ളു. രാഹുൽ നേരെ ജീപ്പിൻ്റെ അടുത്തെത്തി. ഈ സമയം സരയും അച്ഛനെ നോക്കി കരയുക. കയറാ ജീപ്പിൽ. അപ്പോൾ കയറുന്നതിന് മുമ്പ് രൂപയെയും കല്യാണിയെയും CS-നെയും പിന്നെ താരയെയും ഒക്കെ രാഹുലൊന്ന് തുറിച്ചു നോക്കി. ഒപ്പം കിരണിനെയും, നീ ആരെയാടാ നോക്കി പഠിപ്പിക്കുന്നത്, ജീപ്പിലോട്ട് കയറടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ തള്ളു ജീപ്പിനകത്തേക്ക്. ഈ സമയം രാഹുൽ ജീപ്പിനകത്തേക്ക് വീണു. അങ്ങനെ ജീപ്പിൽ കയറ്റി രാഹുലിനെ കൊണ്ടുപോയി
അവരെ കൊണ്ടുപോയി കഴിഞ്ഞതും കണ്ണുനീർ തുടച്ചുകൊണ്ട് സരയു എല്ലാത്തിനെയും തിരിഞ്ഞു നോക്കി. ഞാനിത് എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കി ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല, പോടി എന്നും പറഞ്ഞുകൊണ്ട് കിരണും ആട്ടിപ്പായിക്കുക. ഈ സമയം നീ മനസ്സിൽ കുറിച്ചിട്ടോടി, എനിക്ക് നീ വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ ശരിയാക്കും, എല്ലാത്തിനെയും ശരിയാക്കും. അപ്പോൾ CS, എടി കൊച്ചേ, നിന്റെ ജീവിതം തുലാസില, എന്നിട്ടാണോ ഈ ചോരത്തിളപ്പ്? ഒരാവശ്യമില്ല, ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പോയി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. നീ നിന്റെ കുഞ്ഞിനെയെങ്കിലും മര്യാദയ്ക്ക് വളർത്താൻ നോക്ക്. അല്ലെങ്കിലേ നിന്റെ ജീവിതം പോയതുപോലെ അതിൻ്റെ ജീവിതം പോകും. എനിക്കറിയാടി എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന്, അതെനിക്ക് ആരും പറഞ്ഞു തരണ്ട എന്നും നമ്മുടെ സരയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ണുനീർ തുടച്ച് സരയും അങ്ങ് പോവുക. അവളുടെ ചോരത്തിളപ്പ് അവസാനിക്കുന്നില്ല. ഇനിയും അവൾ വാശി കയറി നടക്കട്ടെ, എന്തോരം വേണേലും വാശി കയറി നടക്കട്ടെ. ഇനി ആ മനോഹറിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ അവളുടെ ക്രൂരതകൾ കൂടും. ക്രൂരതകളെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ക്രൂരതകളായിരിക്കും. അല്ല, അറിയുന്നതിന് മുമ്പ് തന്നെ അവൾ എൻ്റെ കല്ലുമോനെ കൊല്ലാൻ വന്നതല്ലേ, ഇനിയെല്ലാം അറിഞ്ഞിട്ടായിരിക്കും അവൾ കൊല്ലാൻ വരുന്നത്. അതുകൊണ്ട് ഇവിടെ സൂക്ഷിക്കണം വെച്ചാ. എനിക്കറിയാം മോളെ, നിങ്ങളോട് ഞാനത് പറയാനിരിക്കുക, നിങ്ങളുടെ വീടിൻ്റെ എതിർ വീടാ. അതുകൊണ്ട് ഇവളെ സൂക്ഷിക്കണം, നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം. ഇവളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഒരിക്കലും അവളെ വെറുതെ വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുങ്ങി നിൽക്കുക. ആച്ചാ, ഞങ്ങൾ താരാൻ്റിയെ കാർത്തിക ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് വീട്ടിലേക്ക് പോവാം. എന്നാൽ ശരി. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇത്രയും നാളും വെറുത്ത ഒരാളാണ് പ്രകാശൻ. ഒരു സത്യം ഞാൻ പറയാമല്ലോ, പ്രകാശൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കോടതിയൊക്കെ കൂടുമായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാണില്ലായിരുന്നു അല്ലേ മോളെ എന്നും പറയുക. അത് കേട്ടതും അയാളെയാണ് മനസ്സിലാക്കാൻ പറ്റാത്തതമ്മേ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. അയാൾ പറയുന്നത് സത്യമായിട്ടാണോ ആത്മാർത്ഥമായിട്ടാണോ എന്നൊന്നും അറിയില്ല. സാരമില്ല മോളെ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ചിലപ്പോൾ ദൈവം ഒരു അത്ഭുതം സൃഷ്ടിച്ചേക്കാം. നമ്മൾ കരുതുന്നത് പോലെ പ്രകാശൻ ഇപ്പോൾ ഒരുപാട് മാറി. അയാളൊരു ദുഷ്ടനല്ല. അയാളിപ്പോൾ നമ്മളുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ആ പറയുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും പ്രകാശനെ വിട്ട് കളയരുത് മോളെ, ചേർത്ത് പിടിക്കണം എന്നും CS-ഉം രൂപയും മാറി ഉപദേശിക്കുക. അതൊക്കെ നമുക്ക് നോക്കാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണും അങ്ങ് പോവുക. ഈ സമയം താരയും പോയി. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതും വക്കീലിനോട് നന്ദി പറയുകയാണ് CS. താങ്ക്സ് വക്കീൽ. താങ്ക്സ് സാറേ. എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? അയാൾ ചെയ്ത കുറ്റങ്ങൾ അയാൾക്കെതിരെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അവൻ റിമാൻഡ് കഴിഞ്ഞാലും ഒരിക്കലും പുറത്തു വരരുത്. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഡബിൾ മടങ്ങ് ക്രിമിനലായിട്ട് അവൻ വരും. അതെനിക്കറിയാം. അതിന് വേണ്ടുന്ന തെറ്റുകളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടല്ലോ. അവൻ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കിക്കോളാം. പിന്നെ അവൻ ചെയ്ത തെറ്റ് ഈ പോയ കൊച്ചിനോടല്ലേ? കൊച്ച് ചെറിയ പ്രായത്തിൽ തന്നെ സംസാരശേഷി ഇല്ലാത്ത ഇവരോട് എന്തുമാത്രം ദ്രോഹമാണ് ചെയ്തത്. ആ പെണ്ണിനെ ചതിച്ചത് മാത്രമല്ല, അതിൻ്റെ കുഞ്ഞിനെ എടുത്ത് സ്വന്തം ഭാര്യയുടെ അടുത്ത് വെച്ചു. ഒരമ്മയിൽ നിന്നും ഒരു കുഞ്ഞിനെ പിരിക്കുന്നത് എത്രമാത്രം വലിയ ശിക്ഷയാണെന്നറിയാമോ? അത് വലിയൊരു ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്നറിയാമോ? അത് വലിയൊരു പാപമാണ് അയാൾ ചെയ്തത്. അയാൾക്ക് ഈ കോടതി മാപ്പ് കൊടുത്താലും ദൈവത്തിൻ്റെ കോടതിയിൽ മാപ്പ് ഉണ്ടാവില്ല. അയാളൊക്കെ നരകിച്ചേ ചാകും എന്നും പറഞ്ഞുകൊണ്ട് വക്കീലും പോവുക. ഈ സമയം CS-ഉം രൂപയും പോവുകയാണ്. അങ്ങനെ എല്ലാവരും കോടതിയിൽ നിന്നും പിരിഞ്ഞുപോയി. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ്. ആകെ ടെൻഷൻ അടിച്ച് തലയ്ക്ക് കയ്യും കൊടുത്ത് ശാരി വീട്ടിലിരിക്കുക. സരയു രാഹുലിനെ കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തിലാണ് ശാരി ഇരിക്കുന്നത്. പക്ഷേ സരയു വെറുതെ വരുന്നത് കണ്ട് ശാരി ആദ്യം ഒന്ന് പതറി. അതിനുശേഷം സരയുവിനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ സരയു അകത്തേക്ക് കയറി ചെന്നു. എന്തായി മോളെ, നിന്റെ അച്ഛനെ പോലീസുകാർ വെറുതെ വിട്ടോ? പിന്നെ വിടും. അതെ, നല്ലൊരു മിടുക്കനായ വക്കീലിനെയാണ് ഞാൻ വെച്ചത്. പക്ഷെ സാഹചര്യ തെളിവുകളെല്ലാം അച്ഛന് നേരെ ആയതുകൊണ്ട് എനിക്ക് വക്കീലിനോ അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടേക്കൊന്ന് നിങ്ങൾ വരണമായിരുന്നു. അവിടെ നടന്നതേ നാടകീയ രംഗങ്ങളായിരുന്നു. അതെന്താ? അത് കേട്ടതും നമ്മുടെ സരയും വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ ചെയ്ത കുറ്റമല്ല. ആൻറ്റിയെയും ആ ചന്ദ്രസേനനെയും കൊല്ലാൻ നോക്കിയത് മാത്രമല്ല പോലീസുകാർ അവിടെ കൊടുത്തത്. തെളിവ് സഹിതം കൊടുത്തത് എൻ്റെ DNA ടെസ്റ്റ് വരെയാണ്. അച്ഛൻ മുൻകാലത്തിൽ ചെയ്ത പ്രവർത്തികളെല്ലാം ഓരോന്നായിട്ട് കോടതിയിലിട്ട് ആ കിരണിൻ്റെ കല്യാണിയുടെയും വക്കീൽ അച്ഛനെ വലിച്ചു കീറുമായിരുന്നു. അങ്ങനെ വലിച്ചു കീറി എന്നെ വരെ ചോദ്യം ചെയ്തു. എൻ്റെ അമ്മ നിങ്ങളല്ല എന്നും എൻ്റെ അമ്മ താരയാണെന്നും ആ താരയെ ചതിച്ചതാണെന്നും ഒക്കെ കോടതിയോട് വിളിച്ചു പറഞ്ഞു.
എല്ലാം കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഞാനും കുറേയൊക്കെ പറഞ്ഞു. പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അയാളെ കോടതി റിമാൻഡ് ചെയ്തു. അത് കേട്ടതും നമ്മുടെ സരയുവിനോട് ശാരി, എനിക്കറിയായിരുന്നു മോളെ, ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്നറിയാം. അതുകൊണ്ടാണ് മിണ്ടാതെ നിന്നത്. എന്ത് ചെയ്യാനാ, എല്ലാം കൊണ്ടും സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറയാണ്. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ സരയു, എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാണ്. പക്ഷെ എന്തായാലും ഇനി ആ താര വന്ന് എന്നെ മോളേന്ന് വിളിച്ചാലും എനിക്ക് അവരെ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഞാൻ കോടതിക്ക് മുൻപിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രായപൂർത്തിയായൊരു പെണ്ണാണ് ഞാൻ. എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കണമെന്ന്. അല്ലാതെ കോടതിയല്ല എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിനൊരു റൈറ്റ്സും കോടതിക്കില്ല, പോലീസുകാർക്കും ഇല്ല. ഞാൻ ആരെ അമ്മയെന്ന് വിളിക്കണം, ആരെ അച്ഛനായിട്ട് കാണണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഞാനിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. അതെങ്ങനെ നോക്കണമെന്ന് എനിക്ക് ആരുടെ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആരും എന്നിനെ ഉപദേശിക്കാൻ വരണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അച്ഛനെ റിമാൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അച്ഛൻ ജയിലിലേക്ക് പോകാതെ നോക്കണം. അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അതെ ഇനി എൻ്റെ അടുത്ത പ്ലാൻ. മോളെ, നിനക്ക് ചിലപ്പോൾ അയാളോട് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, എന്നാൽ എനിക്കതിന് കഴിയില്ല. കാരണം എന്നോട് അയാൾ ചെയ്തത് കൊടും ക്രൂരതയാണ്. നിങ്ങളോട് ചെയ്തത് കൊടും ക്രൂരതയാണെങ്കിലും എൻ്റെ അച്ഛൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയെ എന്നിൽ നിന്നും അകറ്റി. പക്ഷേ അവരെ അമ്മയായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു പിച്ചക്കാരിയുടെ ഇതിൽ ജീവിക്കേണ്ടവളായിരുന്നു. എന്നിട്ട് എന്നെ നല്ല നിലയിലാക്കി എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത് എൻ്റെ അച്ഛനാണ്. അന്നും ഇന്നും എന്നും എപ്പോഴും എല്ലാം ഞാൻ സന്തോഷത്തോടെ ജീവിച്ചത് അച്ഛൻ കാരണമാണ്. നിങ്ങളുടെ മകളായിട്ടിരുന്നത് കൊണ്ടല്ലേ എനിക്കതൊക്കെ കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കയ്യിൽ കാശില്ലാതെ വിശന്നിരിക്കുന്ന അവരുടെ കൂടെ ഞാനും വിശന്നിരിക്കേണ്ടി വരുമായിരുന്നില്ലേ? അതൊക്കെ കൊണ്ട് തന്നെ എനിക്കിത് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. എൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കുമായിരുന്നു. ആ രാക്ഷസിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എൻ്റെ അമ്മയായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും തൻ്റെ അടുത്തോടെ കോടതിയിൽ നിന്നത്. അതെനിക്കിനി ഒരിടത്തും മാറ്റി പറയാൻ പറ്റില്ല. ഞാൻ ആരെയാണോ അമ്മയെന്ന് വിളിച്ചത് അവർ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മ. മരിക്കുന്നത് വരെ നിങ്ങളായിരിക്കും എൻ്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് സരയു മുകളിലേക്ക് പോയി. ഈശ്വര, എന്തൊക്കെ കാണണം. എൻ്റെ ദൈവമേ, എൻ്റെ മോളെന്നെ വെറുക്കുന്നില്ല, അതിൽ ഞാൻ സന്തുഷ്ടയാണ്. പക്ഷെ അയാളുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സ് മുഴുവനും പേടിയും ടെൻഷനും നിറഞ്ഞു നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ്. അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ഒരാൾ വരുന്നു. കല്യാണി, നമ്മൾ ആരെ കാണണമെന്ന് വിചാരിച്ചോ അയാൾ ദേ വരുന്നു എന്നും പറയാണ്. അങ്ങനെ അവർ അത് പറഞ്ഞുകൊണ്ട് കാറ് നിർത്തിയിട്ട് രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി. മക്കള് വന്നോ ഞാനിപ്പോൾ ആഗ്രഹിച്ചോളൂ മോളെ ഒന്ന് കാണണമെന്ന്. ആ സമയത്താ മോള് വന്നത്. എൻ്റെ ദേവി, നിനക്ക് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തോടെ പ്രകാശൻ കല്യാണിയുടെ മുൻപിൽ നിന്ന് കരയുക. അത് കേട്ടതും കല്യാണിക്കാകെ സങ്കടമായി. ഒപ്പം കിരണും. അപ്പോൾ കല്യാണി പറയാം, കോടതി കഴിഞ്ഞിട്ട് വരിക, ആ രാഹുലിനെ റിമാൻഡ് ചെയ്തു എന്നും. അത് കേട്ടതും ചെയ്തോ കിടക്കണം മോളെ, കിടക്കണം. അവൻ ജയിലിൽ തന്നെ കിടക്കണം. അവനെ വെറുതെ വിടരുത്. ഇനി റിമാൻഡ് കഴിഞ്ഞാലും അവൻ ജയിലിലേക്ക് പോകണം. 3 എണ്ണവും അവിടെ കിടക്കട്ടെ. ഒരേപോലെ ചിന്തിക്കുന്ന 3 പേരാ ഒരുമിച്ച് കൂടാൻ പോകുന്നത്. ഇനിയും നിങ്ങൾ സൂക്ഷിക്കണം. ആ സരയു പുറത്തുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. മക്കളെ, ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കാനല്ല അവൻ്റെ കൂടെ കൂടിയത്. ഞാൻ അവൻ്റെ കൂടെ കൂടിയത് എന്തിനാണെന്നറിയാമോ? ഇതിനു വേണ്ടിയാ. അവൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയണം. അതിനു വേണ്ടി. അതുകൊണ്ടാണല്ലോ എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും മോളെ കൊല്ലാൻ വേണ്ടിയാ അവൻ കയ്യിൽ ആയുധം എടുത്തത്. പക്ഷെ ആ ആയുധം നേരെ കിരൺമോൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നേർക്ക് തിരിയുമെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അവൻ്റെ ബുദ്ധി കുടില ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എല്ലാം കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയല്ലോ, അത് മതി. ഈ പ്രകാശന് അത് മാത്രം മതി. ഒരുപാട് പേടിച്ചു പ്രകാശൻ, നിറയെ പേടിച്ചു. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നുള്ള പേടി ഇപ്പോഴും മനസ്സിലുണ്ട് മക്കളെ എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും എന്തായാലും നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. അത് മറക്കാനോ ക്ഷമിക്കാതിരിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ഇത്തിരിയൊക്കെ നിങ്ങളോട് അകൽച്ച കാണിക്കാതിരിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാം. വേണ്ട മോനെ, എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നെ കണ്ടപ്പോൾ എൻ്റെ മോള് മുഖം തിരിച്ച് സംസാരിക്കാതെ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചല്ലോ, മതി, ഇത്രയും മതി. ഒരാഗ്രഹമുണ്ട്, എൻ്റെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് ഓണത്തിന് സദ്യ കഴിക്കണം. എല്ലാ ഓണവും ആ വൃത്തികെട്ടവൻ്റെ കൂടിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ഓണം എൻ്റെ നല്ലവരായ പെൺമക്കളോടൊപ്പം എനിക്ക് ഓണം ഉണ്ണണം. അപ്പോൾ നമ്മുടെ കിരൺ ഇത്രയും കാലത്ത് ഓണത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല. ഈ ഓണം കൊലച്ചോറാവുമോ? അയ്യോ, ഒരിക്കലും ഇല്ല മോനെ. നിങ്ങൾക്ക് ഒരാപത്ത് സംഭവിക്കാനും
ഈ പ്രകാശം ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല ഞാൻ, പ്രത്യേകിച്ച് എൻ്റെ പെൺമക്കൾക്ക്. അത് കേട്ടതും ഒരു കാലത്ത് എന്നെ കാണുന്നത് പോലും വെറുപ്പായിരുന്നു. അതെൻ്റെ തലയ്ക്കകത്ത് ക്ലാവ് പിടിച്ചിരിക്കുമായിരുന്നു മോളെ. ആ കാര്യം എന്നോട് പറയണ്ട, പറയാതിരിക്കുന്ന തന്നെ നല്ലത്. അത് ഓർക്കുമ്പോൾ അച്ഛന് നല്ല സങ്കടം വരിക. ഇന്നും അച്ഛന് കുറ്റബോധം കൊണ്ട് ചങ്ക് തകർന്ന് പൊട്ടിപ്പോവുക. ഹൃദയം പണിമുടക്കിയതുകൊണ്ട് കാലത്തിൻ്റെ ആയുസിന് വേണ്ടി കാത്തിരിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് പോകും. അതിനു മുമ്പ് ഒരു ഓണസദ്യ നിങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കണം, അത്രയേ ഉള്ളൂ എന്നും പറയാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിൽ ഒരു മേൽനോട്ടത്തിൻ്റെ ആൾ വേണം ക്യാൻറ്റീനിൽ, അവിടെ വന്ന് നിൽക്കാം. അവിടെ തലചായ്ക്കാൻ ഒരു റൂമും ഇതൊക്കെ തരാം. അത് കേട്ടത് വേണ്ട മോനെ, മോൻ പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വേണ്ട, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പറ്റുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് എനിക്കൊരു അഭയം കണ്ടെത്താൻ ഒരു അവസരം എന്താ, എൻ്റെ അമ്മയുടെ ഒപ്പം ഞാൻ നിൽക്കും. അമ്മയുടെ കൂടെ അവിടെ വന്ന് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അവിടെയുള്ള അനാഥകരെ സഹായിക്കണം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇനി പ്രായശ്ചിത്തം ചെയ്യാൻ പോകുന്നത്. എന്നാൽ വരട്ടെ മക്കളെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. എൻ്റെ മോള് നന്നായി വരും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ കല്യാണിയുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുക. അപ്പോൾ കല്യാണി പേഴ്സിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുക. ഇന്നച്ചാ വേണ്ട, ഇത് വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട, എനിക്ക് കാശൊന്നും വേണ്ട മോളെ, ആവുന്നതൊക്കെ ഭിക്ഷ യാചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്, അത് മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അങ്ങ് പോവുകയാണ്. ഈ സമയം പ്രകാശൻ പോയി കഴിഞ്ഞെന്ന് കല്യാണി പോയാളെ വിശ്വസിക്കാനായോ കിരണേട്ടാ? ഇനിയിപ്പോൾ അയാളെ വിശ്വസിക്കേണ്ട കല്യാണി, അയാളെ വിശ്വസിക്കാം. പിന്നെ ഓണത്തിൻ്റെ കാര്യം അത് നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം കല്യാണിക്ക് അയാൾക്കടെ പ്രകാശിൻ്റെ വാക്കുകളൊക്കെ ഹൃദയം നുറുക്കുന്ന വേദനകളോടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.